ഹലോ ഗൈസ്, അപ്പോൾ ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ ഈ CMF ഫോൺ വന്ന് എൻ്റെ പ്രൈമറി ഡിവൈസായിട്ട് യൂസ് ചെയ്യാണ്. അപ്പോൾ ഈ ഫോണിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. CMF നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നത്തിങ് ബ്രാൻഡിൻ്റെ സബ് ബ്രാൻഡാണ് CMF. ഇവർ കൂടുതലും ബജറ്റ് ആയിട്ടുള്ള ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് വാച്ചസ് അങ്ങനെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഞാൻ പറയാം, ഈ ഫോൺ ഒരു അണ്ടർ 15K തരുന്ന ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അത് വേറെ ലെവലാണ്. എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെ പറ്റി തന്നെ നമുക്ക് പറയാം. സോഫ്റ്റ്വെയർ പറയാൻ ഒരു രക്ഷയില്ല. നത്തിങ് OS 2.6 ആണ് ഇതിൽ വരുന്ന Android 14 ബേസ്ഡ് ആയിട്ടുള്ള. ഇതിൽ നമുക്ക് 2 വർഷത്തെ OS അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും കിട്ടും. പിന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ആപ്സ് ഒന്നും ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നില്ല. സാധാരണ നമുക്ക് ബാക്കി ഈ റേഞ്ചിലെ എല്ലാ ഫോൺസിലും കുറേ ആപ്സൊക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്, ബ്ലോട്ട്വെയർസൊക്കെ. ഇതിലങ്ങനെ ഒന്നുമില്ല. പിന്നെ ചില ഫോൺസിൽ നമുക്ക് എക്സ്ട്രാ ആപ്പ് സ്റ്റോറും അതുവഴി ആഡ്സും നോട്ടിഫിക്കേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലങ്ങനെ ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ക്ലീൻ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നത്തിങ് OSനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, ബേസിക്കലി സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. പിന്നെ ഇവരുടെ തന്നെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും ടച്ചസും ഒക്കെ അവർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ മോണോക്രോം തീം എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഡീഫാൾട്ട് ആയിട്ടുള്ള ഒരു തീമാണ് വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ നോർമലായിട്ട് മാറ്റാം. പിന്നെ നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ നത്തിങ് ഇതിൽ അനിമേഷൻസ് കൊടുത്തിട്ടുണ്ട്. സാധാരണ പല ബ്രാൻഡ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അനിമേഷൻസ് സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇതിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആപ്പ് ഓപ്പണിങ്ങും ക്ലോസിങ് ആയിട്ടുള്ള അനിമേഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മൾ പവർ ബട്ടൺ ഞെക്കുമ്പോൾ തന്നെ അത് അൺലോക്ക് ആയിട്ട് വരുന്ന ഒരു അനിമേഷൻ ഉണ്ട്. അതൊക്കെ ഒരു വേറെ ഫീലാണ്, പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, അപ്പോൾ ഓവറോൾ നല്ലൊരു പ്രീമിയം ഫീലാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ നമുക്ക് യൂസ് ചെയ്യുമ്പം വരുന്നത്. പിന്നെ ഇവരുടേതായിട്ടുള്ള കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും ടച്ചസും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ കൺട്രോൾ സെൻറ്ററിലുള്ള ക്വിക്ക് സെറ്റിങ്സ് ഒക്കെ നമുക്ക് ഹോം സ്ക്രീനിൽ വിജറ്റ്സ് ആയിട്ട് വയ്ക്കാൻ പറ്റും. ഞാനിപ്പം തൽക്കാലം അത് മൊബൈൽ ഡാറ്റയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമുക്ക് ഹോം സ്ക്രീനിൽ നിന്ന് തന്നെ മൊബൈൽ ഡാറ്റ ഓണും ഓഫൊക്കെ ആക്കാൻ പറ്റും. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോൺസിൽ സാധാരണ നമുക്ക് ഓൾ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ വരാറില്ല. പക്ഷേ ഇവരുടെ ഒരു വിജറ്റ് വെച്ച് നമുക്ക് അതും ചെയ്യാം. ഓക്കെ, അപ്പോഴും അത്യാവശ്യം ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലീൻ മിനിമലിസ്റ്റിക് ലുക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോഴും ഓവറോൾ ഭയങ്കര പ്രീമിയം എക്സ്പീരിയൻസ് ആണ്. പിന്നെ സോഫ്റ്റ്വെയറിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഇവർ ഹാപ്റ്റിക്സിൽ ചീപ്പ് ഔട്ട് ചെയ്തിട്ട്, സാധാരണ ഈ റേഞ്ചിലെ ഫോൺസിലെ ഹാപ്റ്റിക്സ് നമുക്ക് ഭയങ്കര ശോകമായിട്ട് തോന്നും, ഓഫാക്കി വയ്ക്കാനൊക്കെ. പക്ഷേ ഈ ഫോണിൻ്റെ ഹാപ്റ്റിക്സ് അത്യാവശ്യം നല്ലതാണ്. ഈ പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ ബാക്കി ഫോൺസിനെക്കാളും ബെറ്ററാണ്. അപ്പോഴും ഓവറോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു A+ ലെവൽ സോഫ്റ്റ്വെയർ എന്ന് തന്നെ പറയണം. പിന്നെ സോഫ്റ്റ്വെയറിനെ പറ്റി വേറെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ 120 Hz ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ എല്ലാ ആപ്സും 120 Hz തന്നെ വർക്കാവുന്നുണ്ട്. ചില സോഫ്റ്റ്വെയറിലൊക്കെ നമ്മളത് ഫോഴ്സ്ഫുള്ളി ചില ആപ്സിൽ എനേബിൾ ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സോഫ്റ്റ്വെയർ വൈസ് നല്ല കിടിലമാണ്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു ബജറ്റ് ഫോണാണ്. അപ്പോൾ 100% സ്മൂത്ത്നെസ് പ്രതീക്ഷിച്ച് വരരുത്. അണ്ടർ 15K ഫോൺ ആയതുകൊണ്ട് തന്നെ ചെറിയ ജിറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ. പക്ഷേ മെജോറിറ്റി ഓഫ് ദ ടൈം നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഫോൺ തരുന്നത്. പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ 120 Hz ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേ സെക്ഷനെ പറ്റി തന്നെ അടുത്ത് പറയാം. 120 Hz ഒരു 6.67 ഇഞ്ചുള്ള AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ AMOLED നമുക്ക് പ്രതീക്ഷിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഇതിലുണ്ട്. നല്ല ഡീപ്പ് ബ്ലാക്സും നല്ല കോൺട്രാസ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് നല്ലതാണ്, വേറെ ഒരു പ്രശ്നമില്ല. യൂട്യൂബിൽ HDR കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 120 Hz മിക്ക ആപ്പിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 120 Hz AMOLED അതൊരു നല്ല കിടിലം കോമ്പോയാണ് അണ്ടർ 15,000 സംബന്ധിച്ച്. പിന്നെ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. അത് നല്ലപോലെ വർക്കാവുന്നുണ്ട്, വേറെ ഇഷ്യൂ ഒന്നുമില്ല, നല്ല കിടിലായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതിൻ്റെ ഡിസൈൻ പാർട്ടാണ്. ഡിസൈനിൽ അവരൊരു വെറൈറ്റി സംഭവങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ മെറ്റലായിട്ടുള്ള ക്യാമറ ഹൗസിങ് ആയാലും പിന്നെ കുറച്ച് റൈറ്റിങ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ സ്ക്രൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ക്രൂസ് മെയിൻലി എന്തെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ബാക്ക് പാനൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതേ ഡിസൈൻ ആയിരിക്കും, പക്ഷേ വേറെ കളറുള്ള ബാക്ക് പാനൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ കളർ ബോറടിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്കിത് റീപ്ലേസ് ചെയ്യാം. അത് ഈ പ്രൈസിൽ എത്രത്തോളം പ്രാക്ടിക്കൽ ഫീച്ചറാണെന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോൺസിനെക്കാളും ഡെഫിനറ്റ്ലി ഇതിനൊരു വെറൈറ്റി ലുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് നത്തിങ്ങിനെ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യണം. ഇനി അടുത്തതിൻ്റെ പെർഫോമൻസ് സെക്ഷനാണ്. Dimensity 7300 ആണ് വരുന്നത്. ഈ ഒരു അണ്ടർ 15,000 ബെസ്റ്റ് ചിപ്സെറ്റ് എന്ന് ഞാൻ പറയും. സ്റ്റോറേജ് ടൈപ്പ് വരുന്ന UFS 2.2 ആണ്. റാം ടൈപ്പ് വരുന്ന LPDDR4 ആണ്. അപ്പോഴിതിൻ്റെ AnTuTu സ്കോറും Geekbench സ്കോറും ഒക്കെ ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. 6.3 ലാഖിൻ്റെ AnTuTu സ്കോർ വരുന്നുണ്ട്. അത് അണ്ടർ 15,000 ഒരു ഫോണിനെ സംബന്ധിച്ച് നല്ല കിടിലാണ്. അപ്പോൾ ഈ ചിപ്സെറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ നിങ്ങളെ നോർമൽ യൂസും കാര്യങ്ങളൊക്കെ
നല്ല പോലെ ഇത് ഹാൻഡിൽ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ ആപ്പ് ഓപ്പണിങ് അനിമേഷൻസും അതൊക്കെ ഉണ്ട്. അപ്പോൾ നോർമൽ യൂസേഴ്സൊക്കെ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 100% സ്മൂത്ത്നെസ് പ്രതീക്ഷിച്ച് വരുന്നത് ബജറ്റ് ഫോണാണ്. ചെറിയ ജിറ്റേഴ്സ് അവിടെ ഇവിടെയൊക്കെ നോർമൽ യൂസിലുണ്ട്, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം സ്മൂത്താണ്. പിന്നെ ഗെയിമിങ്ങും BGMI കാഷ്വൽ ഗെയിമിങ്ങിന് നല്ലതാണ്. സ്മൂത്ത് പ്ലസ് 120 90 FPS ഒക്കെ വരുന്നുണ്ട്. 120 FPS അത്ര കിട്ടില്ല. ഞാൻ ഡെത്ത് മാച്ച് കളിച്ച് നോക്കിയാൽ ഫസ്റ്റ് മാച്ച് മാത്രം കൊള്ളാം. അത് കഴിഞ്ഞ് പിന്നെ കുറേ ഡിപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 70s 80s പോകുന്നുണ്ട്. പക്ഷേ സ്മൂത്ത് പ്ലസ് 90 നല്ലതാണ്. അത് 80 റേഞ്ചിൽ തന്നെ ഫ്രെയിം റേറ്റ് മിക്ക സമയത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാഷ്വൽ BGMI ഗെയിമിങ്ങിന് ഇത് നല്ല ഫോണാണ്. പക്ഷേ ഹെവി ഗെയിമിങ് ജെൻഷൻ ഇമ്പാക്റ്റ് അതിനൊക്കെ നിങ്ങൾ ഒബ്വിയസ്ലി കുറേ കൂടെ സ്പെൻഡ് ചെയ്ത് പോക്കോ F6 under 25,000 കിട്ടുന്ന പോക്കോ F6 8 സീരീസ് ചിപ്സെറ്റൊക്കെ വെച്ചുള്ള ആ ഫോൺസ് എടുക്കേണ്ടി വരും. ഓക്കെ, അല്ലാണ്ട് നോർമൽ യൂസിന് കാഷ്വൽ BGMI ഗെയിമിങ്ങിനൊക്കെ ഈ ഫോൺ എനഫ് ആയിരിക്കും, വേറെ സീനൊന്നുമില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ള 628 വേരിയൻ്റാണ്. റാം മാനേജ്മെൻറ്റും ഒക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ പോലെ തന്നെ ഇതിൻ്റെ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. ഈ ഫോണിന് ഒരു ദിവസം കൊണ്ട് ഇതിൻ്റെയൊക്കെ ബാറ്ററി ഡ്രെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ചിപ്സെറ്റ് അത്യാവശ്യം നല്ല എഫിഷ്യൻ്റാണ്. പിന്നെ നത്തിങ്ങിൻ്റെ ഒപ്റ്റിമൈസേഷനും കാരണം നല്ല കിട്ടില്ല ബാറ്ററി ബാക്കപ്പാണ് കേട്ടോ. എന്ന് വെച്ചാൽ മൊബൈൽ ഡേറ്റയിൽ ഞാൻ ഒരു മോഡറേറ്റ് യൂസേജ് ചെയ്തായിരുന്നു. എന്ന് വെച്ചാൽ അറൗണ്ട് 1 hour ലൊക്കേഷൻ ഒക്കെ ഉള്ള യൂസ്. ഓക്കെ, അപ്പോൾ ആ ഒരു യൂസിന് 7.5 മണിക്കൂറാണ് എനിക്ക് കിട്ടിയത്. എക്സ്ട്രാ കുറച്ച് ബാറ്ററി ഉണ്ടായിരുന്നു. നിങ്ങൾ വൈഫൈയിലാണ് ഈ ഫോൺ യൂസ് ചെയ്യുന്നതെങ്കിൽ 9 to 10 hours മോഡറേറ്റ് യൂസിന് കിട്ടും. നല്ല കിട്ടില്ല ബാറ്ററി ബാക്കപ്പാണ്. ഒരേ പ്രശ്നം ഇതിൻ്റെ ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ ചാർജർ ബോക്സിൽ വരുന്നില്ല. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം. CMFൻ്റെ 33 watt ചാർജറുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊരു 1000 രൂപ. എൻ്റെ ഒരു സാംസങ്ങിൻ്റെ 25 watt ചാർജർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചാണ് ചാർജ് ചെയ്തത്. 1.5 മണിക്കൂർ കൂടുതൽ എടുക്കും ഫുൾ ചാർജ് ആകും. പക്ഷേ ബാറ്ററി ബാക്കപ്പ് കിട്ടില്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ക്യാമറാസ് അവിടെ അണ്ടർ 15,000 എന്ന ഫോൺ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്യാമറാസാണ്. ബാക്കിൽ നമുക്ക് 50 MB ഒരു സെൻസർ വരുന്നുണ്ട്, മെയിൻ സെൻസർ. പിന്നെ ഫ്രണ്ടിൽ 16 MP ആണ്. പിന്നെ ബാക്കിൽ ഒരു 2 MP ഡെപ്ത് ഉണ്ട്. അത് വേസ്റ്റ്, അത് നോക്കണ്ട. ഫോട്ടോസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടും. പക്ഷേ ഭയങ്കര കൺസിസ്റ്റൻസി അങ്ങനെയൊന്നും നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷേ ലൈറ്റ് ചാലഞ്ചിങ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇതിൽ പിന്നെ മെയിൻ ക്യാമറയിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല, OIS ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഷേക്കും കാര്യങ്ങളൊക്കെ കയ്യിൽ വന്നാൽ തന്നെ നമുക്ക് ബ്ലറി ഇമേജസ് ഒക്കെ വരുന്നുണ്ട്. ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നൈറ്റ് ഫോട്ടോസും ഓക്കെയാണ്, ചില കണ്ടീഷനിൽ കൊള്ളാം. പക്ഷേ ഒരുപാട് ലൈറ്റ് സോഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നോയ്സൊക്കെ കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാമറ ഫോട്ടോസിന് ഓക്കെയാണ്. അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. വീഡിയോസ് പറയുകയാണെങ്കിൽ റിയർ ക്യാമറ അത്യാവശ്യം നല്ല വീഡിയോസാണ്. എന്ന് വെച്ചാൽ ഒരുപാട് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ 4K 30 FPS വീഡിയോ കൊള്ളാം. പക്ഷേ ഇത്തിരി മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ സംഭവം ഇത്തിരി ജിറ്ററി ആവും വീഡിയോ. പിന്നെ സെൽഫി ക്യാമറ വീഡിയോ ഭയങ്കര ശോകമായിട്ട് തോന്നുന്നു. എന്ന് വെച്ചാൽ സ്കിൻ ടോണൊക്കെ റെഡ് ആക്കുന്നുണ്ട്, ഡീറ്റെയിൽസ് കുറവാണ്. അപ്പോഴങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോഴിതിൻ്റെ ക്യാമറാസ് ഒരു അണ്ടർ 15,000. ഞാൻ ഈ ഫോൺ 13,000 രൂപയ്ക്ക് മേടിച്ചത്. ആ ഒരു പ്രൈസിന് കൊള്ളാം. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ ബജറ്റ് സ്ട്രെച്ച് ഇപ്പം 16,000 ആ റേഞ്ചിലൊക്കെ പോവുകയാണെങ്കിൽ IQ7 അങ്ങനത്തെ ഫോൺസ് കിട്ടും. പിന്നെ റിയൽമിയുടെ Asus 70 Pro അതൊക്കെ ബെറ്റർ ക്യാമറ എക്സ്പീരിയൻസ് ഈ ഫോണിനെക്കാളും തരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഫോണിൻ്റെ കൺക്ലൂഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ സോഫ്റ്റ്വെയറാണ്. ഞാൻ ഈ ഫോൺ 13,000 രൂപയ്ക്ക് മേടിച്ചത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ 628 വേരിയൻ്റ് ഇടയ്ക്കിടയ്ക്ക് ഓഫർ വന്നും പോയൊക്കെ നിൽക്കും. അപ്പോൾ എനിക്കിത് 13,000 രൂപയ്ക്ക് കിട്ടി. ആ ഒരു പ്രൈസിന് ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. നമുക്ക് തോന്നിയില്ല നമ്മളൊരു 13,000 രൂപ ഫോണാണ് യൂസ് ചെയ്യുന്നത്. കുറേ കൂടെ പ്രീമിയം എക്സ്ട്രാ കൊടുത്ത് യൂസ് ചെയ്യുന്ന ഫോൺ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത്രയ്ക്ക് കിട്ടില്ലാണ്. പിന്നെ ഇതിൻ്റെ 828 അണ്ടർ 16,000 കിട്ടുന്നുണ്ട്. ആ ഒരു റേഞ്ചിൽ ഞാൻ പറയും ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഭയങ്കര ബെസ്റ്റാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ക്യാമറ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ബെറ്റർ വേണമെങ്കിൽ IQ7 അങ്ങനത്തെ ഫോൺസ് കിട്ടും. ആ ഫോൺസ് നമുക്ക് ചാർജറും ബോക്സിൽ കിട്ടും. പക്ഷേ സോഫ്റ്റ്വെയറിൽ അതിൽ കോംപ്രമൈസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യണം. ഒരു അണ്ടർ 16,000 നിങ്ങൾക്ക് ബെസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് വേണമെങ്കിൽ ഇതിൻ്റെ 828 നോക്കാം. പക്ഷേ ഇതിൻ്റെ 628 ഒരു 13 കിട്ടുന്നതായിരിക്കും ഏറ്റവും വാല്യൂ ഫോർ മണി. പിന്നെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസൊന്നും ഞാൻ ഈ ഫോണിൽ ഫേസ് ചെയ്തില്ല. ഗെയിമൊക്കെ കളിക്കുമ്പോൾ വാമാവുന്നുണ്ട്, പക്ഷേ ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ കോൾ ക്വാളിറ്റി, നെറ്റ്വർക്ക് റിസപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. 5G ഒക്കെ മിക്ക സ്ഥലത്തും കിട്ടുന്നുണ്ടായിരുന്നു. ആ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഓവറോൾ ഞാൻ പറയും ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോൺ CMF ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി കമൻറ്റ് സെക്ഷൻ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.